ഗുജറാത്തില് സോമനാഥ ക്ഷേത്രത്തിന്റെ അടുത്താണ് കൃഷ്ണൻ സമാധിയായിട്ടുള്ള സ്ഥലം. അവിടുന്ന് ഒരു 60 കിലോമീറ്റർ പോയാൽ സുധാമാപുരി, അവിടെയാണ് കുചേലന്റെ ജന്മസ്ഥലം. ഗുജറാത്ത് പോയപ്പോ സുധാമാപുരിയിലും പോയിരുന്നു. കുചേലന്റെ കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. കുചേലന്റെ കഥകളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും ഭാഗവതം വായിക്കുമ്പോൾ കൃഷ്ണ കുചേല കഥ പിന്നെയും അറിയാം, ഏത് കൊച്ചു കുട്ടിക്കും അറിയാം. ഇനി അവിടെ പോകുമ്പോ കുചേലന്റെ കാലശേഷം കഴിഞ്ഞിട്ട് ചുരുങ്ങിയത് 6000 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും ഒന്ന് അവിടെ അവശേഷിച്ചിട്ടുണ്ടാവുമോ? അല്ല, വീടൊക്കെ അതേമാതിരി നിൽക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ പണിതാണ്, നമുക്കറിയാമല്ലോ. പലതവണ പണിയുകയും ഇടിഞ്ഞു വീഴുകയും ആദ്യത്തെ സ്ഥലം ആർക്കതൊക്കെ അറിയാം. അവിടെയാണെന്ന് വിശ്വസിച്ച് പോകണം. ഞാനെങ്കിൽ തന്നെ ഇന്നത്തെ പ്രാധാന്യം. ഭിക്ഷാടനത്തിന് നടന്നിരുന്ന വ്യക്തി കൃഷ്ണനെ പോയി കണ്ടു. കൃഷ്ണൻ വലിയ മുതലാളി. ആ ജമ്മി എന്നുള്ളൊരു ഭാവത്തുണ്ട്. ആ ജമ്മി എന്നുള്ള ആള്, ആ ജമ്മിക്ക് കിട്ടിയ പൈസ നാട്ടുകാരുടെ പൈസയല്ല. ഇങ്ങനെയല്ല കഥയെ കാണേണ്ടത്. നിർബീജ സമാധി എന്നൊരു വാക്ക്. ആ നിർബീജ സമാധി എന്നാൽ എന്താണ് എന്ന് ഗൗരവത്തിൽ പഠിക്കേണ്ട വിഷയം ആണ്. ഒരു വലിയൊരു മഹാത്മാവ് ഇത് എനിക്ക് പറയാൻ തുടങ്ങിയപ്പോഴേക്കും എന്തോ എന്റെ മുഖം അങ്ങോട്ടോ തിരിഞ്ഞപ്പോ അദ്ദേഹം നിർത്തി. എനിക്ക് വലിയ നഷ്ടമായിപ്പോയി. ഇരുന്ന് കേൾക്കേണ്ടതാണ്. ഇരുന്ന് കേൾക്കാൻ തയ്യാറില്ലെങ്കിൽ കഥ പറഞ്ഞാൽ മതി. കഥയിൽ ഇതുണ്ട്, രണ്ടും ഒന്നാണ്. നിങ്ങൾ ഈ സൂചി കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുമ്പോ ഈ വാങ്ങുന്ന ആളുടെ വിരലുമേൽ സൂചിയെ കുത്തും. സൂചി കൊണ്ടുപോകണ്ട, ഈ കടലാസ് കൊണ്ടുപോയിക്കോളൂ. കടലാസിൽ ഈ സൂചി കുത്തിവെച്ചിട്ടുണ്ട്. കടലാസ് അവിടെ കൊണ്ടുപോയാൽ സൂചി കിട്ടണ പോലെ കഥയിൽ കാര്യം ഉണ്ട്. കുചേലന് കൃഷ്ണൻ സമൃദ്ധി കൊടുത്തു. സമൃദ്ധി എന്ന് പറഞ്ഞാൽ പൈസയും ഭൂമിയും ആയതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ വിചാരം ഇപ്പൊ സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഒരു വീടുള്ള 5 വീടായി, 6 വീടായി, പൈസ കുറെ കൂടി. സമൃദ്ധി എന്ന് പറഞ്ഞാൽ അതും വേണ്ടാന്നല്ല. സമൃദ്ധി എന്ന് പറഞ്ഞത് എല്ലാം കൂടിയുള്ള മാനസികാവസ്ഥ എന്നാണ്. കുചേലൻ ബ്രാഹ്മണൻ കൃഷ്ണനെ കാണാനായിട്ട് പോയി. നമ്മളുടെ മനസ്സിന്റെ ഒരവസ്ഥ ആണ് ഇത്. ഈ പോകുമ്പോൾ കുചേല പത്നി പല വീടുകളിലും പോയി യാചിച്ച് കുറച്ച് ധാന്യം കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കണം ആ കഷ്ടം. യാചിക്കുകയാണ്, എന്തെങ്കിലും തരുമോ. അവരൊക്കെ ധാന്യം കൊടുത്തു. അത് ഇടിച്ചിട്ട് ഈ പാവ അവിലാക്കി. കൃഷ്ണന് ഏറ്റവും ഇഷ്ടമാണ് അവില്. ഇത് കൊണ്ടേ കൊടുക്കൂ എന്ന് പത്നി പറഞ്ഞു. ഈ സെന്റിമെന്റ്സ് ചിന്തിക്കാതെ സുധാമാപുരി പോയിട്ട് ഇതിലെയാണോ കുചേലൻ നടന്നത്, അവര് UP സ്കൂളിൽ പഠിച്ച് ഇവിടെയാണോ, അവിടേക്ക് ഓർഡർ അല്ല കാര്യം. ഈ ചിന്ത മനസ്സിൽ ഒന്നുകൂടി ഉദ്ദീപിക്കാനാണ് പോണത്. ഈ അവിലും കൊണ്ട് പോയി. അപ്പൊ അവിലിന്റെ പിറകിൽ ആരുടെയൊക്കെ അധ്വാനമുണ്ട്. കൃഷ്ണന് ഏറ്റവും ഇഷ്ടം അവിലാണ്. ആ നാട്ടുകാര് ദാനം ചെയ്ത
ധാന്യമാണ്. അവരുടെ മുഴുവൻ കോൺട്രിബ്യൂഷൻ സംഭാവന അതിലുണ്ടല്ലോ. ഇങ്ങനെയാണല്ലോ കുചേലപത്നി കിട്ടിയത്. അത് കിട്ടിയിട്ട് അത് അവിലാക്കി. കൃഷ്ണന് ഇഷ്ടം അവില. കുചേല ദിനം എന്ന് പറഞ്ഞിട്ട് അവില് കൊണ്ടേ കൊടുക്കണ ഒരു ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു പെണ്ണ് വളരെ മഹാനാണ്, പ്രമാണ്യൻ. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. ഞാൻ ഇത് എന്താ ഈ കൃഷ്ണന് അവിലിനോട് ഇത്ര ഇഷ്ടം? എന്താ അറിയില്ല. അന്നത്തെ കാലത്ത് ലഡുവും ജിലേബിയൊന്നും ഉണ്ടാവില്ല, ബേക്കറിയൊക്കെ ഇല്ലാത്ത കാലത്തല്ലേ. അദ്ദേഹത്തെ പഠിപ്പിക്കാനൊന്നും ഞാൻ നിന്നില്ല. നിത്യജീവിതത്തിൽ സ്റ്റേജിൽ പ്രസംഗിക്കുന്നല്ലാതെ നിത്യജീവിതത്തിൽ എല്ലാവരും പറഞ്ഞ് കേൾക്കലാണ് എന്റെ ശീലം. നല്ല ലിസണർ ആണ്. കുത്തിട്ട മുളയ്ക്കാത്ത ധാന്യം, കരിഞ്ഞ മോഹങ്ങൾ, ഇനി കുത്തിട്ട മുളയ്ക്കുന്നുണ്ട്. ആ ഭാവനയുള്ളവർ എന്നെ കാണാൻ മതി. കൃഷ്ണൻ പറഞ്ഞ ഇതിന്റെ പ്രതീകമാണ് അവില്. കുചേലന് അങ്ങനെ മോഹമൊന്നുമില്ല. പിന്നെ നാട്ടുകാര് പറഞ്ഞു, നിങ്ങൾ ഇവിടെ കൂടെ പഠിച്ച ആള് വലിയ പ്രമാണിയാണല്ലോ, ഒന്ന് പോയി കണ്ടൂടെ? ഭാര്യയും പറഞ്ഞു, നമ്മളിങ്ങനെ രാജ്യത്തിന് നടക്കണം, ഒന്ന് പോയി കണ്ടാ ബുദ്ധിമുട്ടില്ലല്ലോ. അതനുസരിച്ച് പോയി. പിന്നെ കൂടെ ഉള്ള സുഹൃത്തിനെ കാണുന്ന ഒരു സന്തോഷമുണ്ട്. അതിന്റെ പ്രതീകമാണ് അവിൽ. തീർത്താൽ തീരാത്ത മോഹങ്ങൾ മുഴുവൻ പരമാത്മാവ് സാധിപ്പിച്ച് തന്ന നമ്മൾ ഉണ്ടായിരിക്കുകയോ? ഒരു ഗ്രാമീണ പഴഞ്ചൊല്ലുണ്ട് പട്ടാമ്പിയിൽ, ഉണ്ടിരിക്കണ നായർക്കൊരു വിളിയും. എല്ലാം തികഞ്ഞ് ഊണയിക്കാനും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ആ നായർക്കൊരു വിളി തോന്നും. അതായിരിക്കും ആപത്ത്. പുള്ളി ആവശ്യമില്ലാതെ എന്തെങ്കിലും ചെയ്യേ, വിവരമില്ലാത്ത കാര്യം പറയുകയോ തെരഞ്ഞെടുപ്പിന് നിൽക്കുകയോ തല്ലുകൊള്ളുകയോ ഒക്കെ ചെയ്യും. ലോക്കപ്പിലാവുമ്പോഴാണ് നാട്ടുകാർ പറയുക, ഉണ്ടിരിക്കണ നായർക്കൊരു വിളി. ഇതുപോലെ കുചേലൻ ഒരു മോഹമില്ല. അവിടെ പോയ എന്തെങ്കിലും കിട്ടുന്നുള്ള മോഹമില്ല. കൊണ്ടുപോയിരിക്കണത് അവിലാണ്. കൃഷ്ണന് ഇഷ്ടം അതാണ് അവില്. ആ ഓരോ കാലിന്റെ അടി വെച്ചതിനും 100 തരം അർത്ഥതലങ്ങളുണ്ട്. കുചേലൻ നടന്നുപോയ വഴിയെക്കുറിച്ച് മാത്രം ഞാൻ 1.5 മണിക്കൂർ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പ്രാധാന്യം അതിന്റെ പിന്നിലുണ്ട്. ആ ചിന്തകളില്ലെങ്കിൽ അങ്ങോട്ടൊന്നും ഓടിപ്പോയിട്ട് കാര്യമില്ല. കുചേലന്റെ വീട് കണ്ടു, ഇനി ആരുടെ വീടാ കാണാനുള്ളത്? അങ്ങനെയല്ല കാണേണ്ടത്. അവിടെ ചെന്നു. കൃഷ്ണപത്നി ചോദിച്ചു, ആ ഇരിക്കൂ, ഏതിലാ വരുന്നത്? നമ്മുടെ വിചാരം ഏതിലാ വരുന്നതെന്നാ. വീട്ടിലേക്ക് 2 വഴിയുണ്ടല്ലോ. ഇപ്പൊ കണ്ടു ഏതിലാ വന്നു. ഏത് മാർഗത്തിൽ ഉണ്ടാക്കിയതാണ് ഈ ധനം? ഇതാണ് അർത്ഥം. അത് കഴിഞ്ഞ് ഒരു പിടിയേ വരുള്ളൂ. ഒരു പിടി എന്താണ്? ഏതിലും സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും. ഭൂമിയിൽ ഏത് വസ്തുവിലും, മത്സ്യക്കറിയിലും ഉണ്ട് സത്വഗുണം. വേറെ കറി വെച്ച് അതിലുണ്ട് സത്വഗുണമുണ്ട്, രജോ ഗുണമുണ്ട്, തമോ ഗുണമുണ്ട്. തമോ ഗുണം കൂടുതലാവുന്നത് മാംസാഹാരത്തിൽ. ആ സത്വഗുണത്തിന്റെ പിടിവാരി. ആ പിടിവാരിയപ്പോ ഒരു സർക്കിള് പൂർത്തിയായി. ഇവിടുന്ന് ഈ ധാന്യം വന്നത് ഏതോ കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിച്ചു. അവിടുന്ന് ഭൂമിയിൽ വളർന്ന ധാന്യം അത് പലരുടെയും കയ്യിലെത്തി. അതാണ് കുചേലപത്നിക്ക് കൊടുത്തത്, യാചിച്ച് എന്നത്. കുചേലപത്നി അതിനെ വറുത്തു. കുചേലൻ നടന്നു വന്നു. പരമാത്മാവായ കൃഷ്ണന് ആരോടൊക്കെ കമ്മിറ്റ്മെന്റ് ഉണ്ട്? ധാന്യം ഉണ്ടാക്കിയവർക്ക്, സപ്ലൈ ചെയ്തവർക്ക്, കുചേലപത്നിക്ക് കൊടുത്തവർക്ക്, എല്ലാവർക്കും സൗഭാഗ്യം കിട്ടിയല്ല. കുചേലന്റെ വീട് മാത്രം
ബാക്കിയെല്ലാം പൂരപ്പുരകള്. കുചേലൻ പോയിട്ട് കൃഷ്ണനെ കണ്ടു. കൃഷ്ണൻ അവില് വന്നു. കൃഷ്ണന്റെ സങ്കല്പം കൊണ്ട് അതുമാത്രം ഒരു ഭയങ്കര ബംഗ്ലാവ്. 5-ാം നിലയില് കീഴ്പ്പെട്ട് നോക്കിയാൽ കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത പൂരപ്പുര. അങ്ങനെ കാണാം പലയിടത്തിലൊക്കെ. പല സിറ്റിയിലും താമസിക്കുമ്പോൾ കീഴ്പ്പെട്ട് നോക്കിയാൽ കാണുന്ന കാഴ്ച അതേപോലെ. അതല്ല, അവനവന്റെ വീട് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഈ സൗഭാഗ്യം എല്ലാവർക്കും കിട്ടിയെന്ന് പറഞ്ഞാൽ ലോകത്ത് ഓരോരുത്തരും നന്മ ചെയ്യുമ്പോൾ ആ നന്മയുടെ ഗുണം അവർക്ക് കിട്ടും. ആ അവില് നെല്ല് കൊടുത്തവർക്കൊക്കെ അതിന്റെ സൗഭാഗ്യം കിട്ടി. പ്രപഞ്ചത്തിലെ എല്ലാം പരമാത്മാവില്ല. യാതൊരു സംശയവും വേണ്ട. അവിലിനെ കുറിച്ച് ഇപ്പൊ എവിടെയും പഠിക്കാനില്ല. ചിലയിടത്തിലൊക്കെ ഈ അവിലിന്റെ കഥയൊക്കെ പറയും, കൃഷ്ണൻ അവിലിഷ്ടാണ്. അതല്ല, അവിടെ ആ അവില് വറുത്തു, ആ 3 പിടി വാരി, അതിന്റെ പിന്നില് ആശയങ്ങളുടെ എത്ര ദിവസം വ്യാഖ്യാനിച്ചാലും തീരാത്ത ആശയങ്ങൾ കിടക്കുകയാണ്. ഈ അവില് കൃഷ്ണൻ ഭക്ഷിച്ചതും ആ ധാന്യം ഉണ്ടാക്കിയവർക്ക് സൗഭാഗ്യം വന്നു. നെല്ലാക്കിയിട്ട് ഇവിടെ വിതരണം ചെയ്തവർക്ക് സൗഭാഗ്യം. ആ വീടുകളിൽ മുഴുവൻ സൗഭാഗ്യം. കുചേല പത്നിക്ക് സൗഭാഗ്യം. ഈ സൗഭാഗ്യം എന്ന് പറയുമ്പോ പിന്നെ കാണുമ്പോ പട്ടുസാരി ധരിച്ചു, ആഭരണം കെട്ടിയിരുന്നു കുചേല പത്നി, കണ്ടറിയില്ല. ഇങ്ങനെ അല്ലാതെ എങ്ങനെയാ പറയുക? ഒരാൾക്ക് സൗഭാഗ്യം വന്നു എന്ന് പറയുമ്പോ ഒരു കഥാരൂപത്തിൽ പറയുമ്പോ ഇങ്ങനെയല്ലാതെ നിവർത്തിയില്ലല്ലോ. പി ആർ നായന് സൗഭാഗ്യം വന്നു. എന്താ ഇപ്പോഴത്തെ സ്വത്ത്, അയാളെന്ന് കാണണം. 12 പവന്റെ സ്വർണ്ണ ചെയിനാണ് കഴുത്തില്. ഇങ്ങനെയൊക്കെ അല്ലാതെ എങ്ങനെയാ പറയുക? അവർക്കൊക്കെ ശാന്തി കിട്ടി, സമാധാനം കിട്ടി. ശാന്തി സമാധാനം കിട്ടണമെങ്കിൽ ഈ സർക്കിൾ പൂർത്തിയാക്കണം, വൃത്തം പൂർത്തിയാക്കണം. അതിന്റെ പേരാണ് വൃത്തി. അതാണ് മനഃശാന്തി. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭവിക്കുന്നു.